നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ട് പൈനാപ്പിളും അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ അതൊന്ന് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ പാനിലേക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ആദ്യം ഇട്ട് കൊടുത്തു കേട്ടോ. ആദ്യം പൈനാപ്പിളാണ് ചെയ്യണേ. അപ്പം എന്നിട്ട് പിന്നെ ഒന്ന് നന്നായി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലത്തെ വെള്ളം വറ്റണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് കുറച്ച് സമയം എടുക്കും. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ആക്കി കൊടുക്കാം. ആ വെള്ളം ഒന്ന് വറ്റി വരണം അതുവരെ, അതായത് വെന്ത് വരും അപ്പോഴേക്കും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പൈനാപ്പിൾ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഡ്രൈ ആയി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അതിൻ്റെ വെള്ളം എല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഷുഗറോ അതുപോലെ വെള്ളമോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇത് ചൂടാറിയിട്ടുണ്ട്, നന്നായി അരച്ചെടുക്കാം. ആ പാനിലേക്ക് തന്നെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു നുള്ളുപ്പും പിന്നെ ഷുഗറാണ്. ഷുഗർ ഞാനിപ്പോൾ 2 ഗ്ലാസ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 2 ഗ്ലാസ് തന്നെയുണ്ട്. അത്ര തന്നെ ഇതും ആഡ് ചെയ്യാം. നമ്മൾ ജാമിനൊക്കെ കുറുക്കി വെക്കില്ല, അതുപോലെ ഇനി കുറുക്കി വെക്കണം. ജാമിൽ നമ്മൾ പൈനാപ്പിൾ ജാം ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അതിൻ്റെ അത് മിക്സിയിൽ അരച്ചതിന് ശേഷം അരിച്ചെടുക്കും. എന്നിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്ര തന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് നമ്മളത് വലിച്ചെടുക്കണത്. പക്ഷേ ഇങ്ങനെ പ്രിസർവ് ചെയ്യാനായിട്ട് നമ്മൾ അരിച്ചൊന്നും എടുക്കണ്ട. മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ കൂടെ ഡയറക്റ്റ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഏകദേശം നന്നായി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കുമ്പോൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് അധിക കാലമൊന്നും ഇരിക്കില്ല ഫ്രിഡ്ജിൽ, കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. അത് കാരണം പ്ലം കേക്കിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി, ഇതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ള കളറ് ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. അത് പെട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ, നീളനെ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ പീലുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ആ ഓറഞ്ചിൻ്റെ പീലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. എന്നിട്ടൊന്ന് കാരമൽ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതും നമുക്ക് പ്ലം കേക്കിൻ്റെ യൂസിന് വേണ്ടിയിട്ട്, പ്ലം കേക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതിനേക്കാളും കുറച്ച് ക്ലീനായിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ കൂടുതൽ എന്താ പറയുക, ഫ്രാഗ്രൻസ് ഒന്നും പോവാതെ തന്നെ കിട്ടും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കേണ്ടതല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഓറഞ്ച് പീലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ.